ലോട്ടറി ബമ്പർ ടിക്കറ്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ. വിവിധ ആഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന ടിക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഓണം ബമ്പറാണ്. തുടക്കത്തിൽ മന്ദഗതിയിലാണെങ്കിലും നറുക്കെടുപ്പ് ദിവസം എത്തുന്നതോടെ വിൽപ്പന പൊടി പൊടിക്കും. കൂടുതൽ ഭാഗ്യശാലികൾക്ക് കൂടുതൽ അവസരങ്ങൾ അണിയിച്ചൊരുക്കിക്കൊണ്ട് കേരള ഭാഗ്യക്കുറി നറുക്കെടുക്കുന്ന ടിക്കറ്റുകളുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിച്ചു. കോടിപതിയാവാൻ ആഗ്രഹിക്കാത്ത ആരാണല്ലേ ഉള്ളത്? ഏറ്റവും ഉയർന്ന തുക സമ്മാനമായി ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഓണം ബമ്പറിന്റെ സ്വീകാര്യതയ്ക്ക് പിന്നിലെ കാര്യം. കോടികളോ ലക്ഷങ്ങളോ കിട്ടിയില്ലെങ്കിലും 1000 കിട്ടുമെന്ന പ്രതീക്ഷയിൽ ടിക്കറ്റ് എടുക്കുന്നവരാണ് അധികവും. പ്രതീക്ഷയാണ് നമ്മുടെ എല്ലാം. ഇപ്പം തന്നെ എഴുതിയിട്ടുണ്ട് 37-11 ലാസ്റ്റ് നമ്പർ നോക്കി വന്നാണ്. കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ചെറിയ തുകയാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലാതെ നമ്മൾ ഈ കോടീശ്വരനാകാൻ വേണ്ടിയല്ല. എന്നാലും കിട്ടിയാൽ നമ്മൾ കോടീശ്വരനാവും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഒന്നിലധികം പേർ ചേർന്ന് പിരിവിട്ട് ടിക്കറ്റ് എടുക്കുന്നവരും ബമ്പർ സമയത്ത് പതിവാണ്. ബമ്പറാണ് എടുക്കാറ്. അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും തമ്മിൽ എടുക്കുന്നതാണ്. ഒരു 10 പേരുണ്ട്. ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ 4 ടിക്കറ്റ് അല്ലെങ്കിൽ 5 ടിക്കറ്റാണ് എടുക്കാറ്. വിൽപ്പനക്കാർക്കും ഓണം ബമ്പർ നല്ല രാശിയാണ്. മലയാളികൾക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയവരും ബമ്പറിൽ ഭാഗ്യം പരീക്ഷിക്കാറുണ്ട്. ഇവിടെ മിക്കവാറും എല്ലാ മാസവും ഒരു ഫസ്റ്റ് പ്രൈസ് കൊണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു ചെറിയ കൗണ്ടറിലാണെങ്കിൽ 700 ടിക്കറ്റ് ചെറിയ ടിക്കറ്റും, പിന്നെ ബമ്പർ 30 25 അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നറുക്കെടുപ്പ് ദിവസമാകുന്നതോടെ ബമ്പറിനായുള്ള തിരക്കും വർദ്ധിക്കും. എറണാകുളത്തിന് പുറത്തെ ജില്ലകളിൽ നിന്നുള്ള ടിക്കറ്റുകൾ തേടി വരുന്നവരും കൂടുതലാണ്. പ്രൈസൊക്കെ അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, 10 വർഷമായിട്ട് ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഓണം ബമ്പർ എന്ന് പറയുമ്പോൾ ഓണം ബമ്പർ കച്ചവടം കൂടുതലുള്ളത്. ഏതായാലും 27-ന് നടക്കുന്ന നറുക്കെടുപ്പിൽ ആരെയാണ് ഭാഗ്യദേവത കടാക്ഷിക്കുക എന്ന കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.